ഹായ് ഹലോ ഓൾ, HB സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സെക്കൻഡ് സെമസ്റ്റർ ഫിസിക്സിൻ്റെ തെർമോഡൈനാമിക്സ് എന്ന യൂണിറ്റിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തെ പറ്റിയാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിച്ചോ. തെർമോഡൈനാമിക് സിസ്റ്റം രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യണം. നിങ്ങൾ ഏത് തെർമോഡൈനാമിക് സിസ്റ്റം ചൂസ് ചെയ്യണമെന്ന് പറയണം. ദ ഫസ്റ്റ് തെർമോഡൈനാമിക് സിസ്റ്റം നമ്പർ 1. ഞാൻ ഒരു ബീക്കർ വരച്ചു. ഈ ബീക്കറിനകത്ത് ഞാൻ കുറച്ച് ലിക്വിഡ് നിറച്ചു. വാട്ടർ തന്നെ നിറയ്ക്കാം. വാട്ടർ നിറയ്ക്കുവാണ്. ഇനി ഈ വാട്ടറിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും. ഇതാണല്ലോ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്, അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് തെർമോഡൈനാമിക്സ് കാണാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുക, അത് മസ്റ്റ് ആയിട്ട് കണ്ടിട്ടേ ഈ രണ്ടാമത്തെ ക്ലാസ് കാണാവൂ. അപ്പോൾ ഇവിടെ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്നറിയപ്പെടുന്ന പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം. ഇനി രണ്ടാമത് ഒരു സിസ്റ്റം, ഇപ്പോൾ ഒരു സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ ഞാൻ ഇതേ അളവ് ലിക്വിഡ് എടുത്തു. ഈ ലിക്വിഡിന്റെ പ്രോപ്പർട്ടി നോക്കാം നമുക്ക്. ഈ ലിക്വിഡിന്റെ പ്രഷറും തെർമോഡൈനാമിക് വേരിയബിൾസ് ആയ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് ടൈം. Not changing with time. അതായത് പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ടൈം എത്ര കഴിഞ്ഞാലും ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഇതിൽ ഏത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി എടുക്കും? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തെ പറ്റി സ്റ്റഡി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സിസ്റ്റം എടുക്കോ സെക്കൻഡ് സിസ്റ്റം എടുക്കോ? നിങ്ങൾ ഏതെടുക്കും? ഉറപ്പായിട്ട് നമ്മൾ ഏതെടുക്കും? രണ്ടാമത് സിസ്റ്റം. ഇറ്റ് ഈസ് ഈസി ടു സ്റ്റഡി. കാര്യം എന്താ? ഈസി ടു സ്റ്റഡി. വൈ ഇറ്റ് ഈസ് ഈസി ടു സ്റ്റഡി? ബിക്കോസ് ഇവിടെ നിങ്ങൾ എത്ര ടൈം എടുത്താലും ഇവിടെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും സെയിം ആണ്. ഇറ്റ് ഈസ് സെയിം അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ എളുപ്പം എന്ന് പറയാം. അതായത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇഫ് പ്രഷർ, volume and temperature of a thermodynamic system is same or is constant, അല്ലെങ്കിൽ അത് ബ്രാക്കറ്റ് എഴുതിക്കൊള്ളണം, doesn't change with time. Then it is said to be in thermodynamic equilibrium. ഇത് ഒരു ഡെഫിനിഷൻ. നമുക്കിതിനെ മറ്റൊരു രീതിയിലൂടെ പറയേണ്ടി വരും, ഓർ ഇതിനെ വേറെ രീതിയിൽ പറയേണ്ടി വരും. ഇതാണ് ഡെഫിനിഷൻ. ഇഫ് എ സിസ്റ്റം, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിച്ചോ. ഇഫ് എ സിസ്റ്റം തെർമോഡൈനാമിക് സിസ്റ്റം ആണ്. ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ മെക്കാനിക്കൽ, chemical and thermal equilibrium, then it is said to be in thermodynamic equilibrium.
ഇങ്ങനെയും പറയാം. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ഞാൻ 2 ഡെഫിനിഷൻ പറഞ്ഞു. ഒന്നാമത്തെ ഇത് പറഞ്ഞ എന്താ? പ്രഷറും വോളിയവും ടെമ്പറേച്ചറും. ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? then it is said to be in thermodynamic equilibrium എന്ന് പറയാം. ഞാൻ അടുത്ത് പറഞ്ഞ എന്താ? ഇത് ഒരു ഡെഫിനിഷൻ. അടുത്ത് പറഞ്ഞത് if a system is in mechanical, chemical and thermal equilibrium then it is said to be in thermodynamic equilibrium. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണ്, അതിനോടൊപ്പം തന്നെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിനാണ്, അതിനോടൊപ്പം തന്നെ തെർമൽ ഇക്വിലിബ്രിയത്തിനാണ്. ഈ 3 ഇക്വിലിബ്രിയവും അത് ഫോളോ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതും എന്തെന്ന് പറയാം? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം മനസ്സുദിച്ചായിരിക്കും, എന്താണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ എന്താണ് തെർമൽ ഇക്വിലിബ്രിയം? ഇത് 3 നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സോ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. വാട്ട് ഈസ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം? മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ഇഫ് ഞാൻ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. If force between each part of the system and between system and surrounding is 0, then it is said to be in mechanical equilibrium. അതായത് നിങ്ങൾക്കറിയാം, നമുക്കിപ്പോ ഒരു സിസ്റ്റവും ഉണ്ട്, സറൗണ്ടിങ്ങും ഉണ്ട് അല്ലേ? ഈ സിസ്റ്റത്തിലെ തന്നെ 2 പാർട്ട്, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പാർട്ട് വരച്ചു, പാർട്ട് വരച്ചു. ഈ സിസ്റ്റത്തിലെ തന്നെ 2 പാർട്ടുകൾ തമ്മിലുള്ള ഫോഴ്സും, അതായത് ആ സിസ്റ്റത്തിനകത്തുള്ള 2 പാർട്ടുകൾ തമ്മിലുള്ള ഫോഴ്സും, പിന്നെ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ഫോഴ്സും, ഇത് രണ്ടും 0 ആണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, ദ ഫോഴ്സ് ബിറ്റ്വീൻ ഈച്ച് പാർട്ട് ഓഫ് സിസ്റ്റം, ഈ സിസ്റ്റത്തിന്റെ ഓരോ പാർട്ടുകൾ തമ്മിലുള്ള ഫോഴ്സും 0 ആണ്. അല്ലെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ഫോഴ്സും 0 ആണെന്ന് വിചാരിക്കും. എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ തെർമോഡൈനാമിക് സിസ്റ്റം ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആണെന്ന് പറയാം. സിമ്പിൾ അല്ല ഞാൻ പറഞ്ഞത്? സിസ്റ്റവും സറൗണ്ടിങ്ങും ഉണ്ട്, സിസ്റ്റത്തിനകത്തുള്ള ഈച്ച് പാർട്ടുകൾ തമ്മിലുള്ള ഫോഴ്സും 0 ആണ്. ഇനി അതേ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ഫോഴ്സും 0 ആണെന്ന് വിചാരിക്കും. എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അടുത്ത് രണ്ടാമത് പറയാനാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയം എന്നാൽ എന്ത്? കെമിക്കൽ ഇക്വിലിബ്രിയം. വാട്ട് ഈസ് കെമിക്കൽ ഇക്വിലിബ്രിയം? അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് chemical composition of a system is fixed and doesn't change with time, then it is said to be in chemical equilibrium. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിന് അതിനൊരു കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ വാട്ടർ ആണെങ്കിൽ വാട്ടറിന് എന്ത് കാണും? ഒരു കെമിക്കൽ കോമ്പോസിഷൻ കാണുമല്ലോ. ഈ കെമിക്കൽ കോമ്പോസിഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. ടൈം മാറുന്ന അനുസരിച്ച് ചേഞ്ച് ചെയ്യാതെ ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് കരുതൂ. എങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഒന്നുകൂടെ പറയാം. ഇഫ്
the chemical composition of a system is fixed. ഒരു സിസ്റ്റത്തിന്റെ, ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ടൈമിനനുസരിച്ച് മാറുന്നില്ല. അത് എപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കേണ്ട മറ്റൊരു ഇക്വിലിബ്രിയം ആണ് തെർമൽ ഇക്വിലിബ്രിയം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. തെർമൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. തെർമൽ ഇക്വിലിബ്രിയം. If each part of a system is in same temperature and identical to the temperature of that surrounding, then it is said to be in thermal equilibrium. Thermal equilibrium. അതായത് നമ്മൾ ആദ്യം പറഞ്ഞുള്ളത് തന്നെ. ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ മെക്കാനിക്കൽ പറഞ്ഞില്ലേ, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നമുക്കൊരു സിസ്റ്റം ഉണ്ട്. അതുപോലെയല്ല, അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ടൊക്കെ കൂടെ എടുക്കാം. ഇപ്പം ഇതൊരു സിസ്റ്റം, ഇത് സറൗണ്ടിങ്. ഈ സിസ്റ്റത്തിനകത്ത് തന്നെ ധാരാളം പാർട്സ് കാണും, കുറേ പാർട്സ് കാണുമല്ലോ. ആ പാർട്സുകൾ തമ്മിലുള്ള ടെമ്പറേച്ചർ, the temperature between each parts of the system is identical. അതായത് ഈ സിസ്റ്റത്തിന്റെ ഈച്ച് പാർട്ട് തമ്മിലുള്ള ടെമ്പറേച്ചർ എന്തിന് സെയിം ആണെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ, അല്ലെങ്കിൽ സറൗണ്ടിങ്ങിന്റെ ടെമ്പറേച്ചറിന് തുല്യമാവുകയാണെങ്കിൽ, അതായത് ഈ സിസ്റ്റത്തിലെ ഈച്ച് പാർട്ടുകൾ തമ്മിലുള്ള ടെമ്പറേച്ചർ തന്നെയാണ് സറൗണ്ടിങ്ങിന്റെയും ടെമ്പറേച്ചർ എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ തെർമോഡൈനാമിക് സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഇതുപോലെ തന്നെയായിരുന്നു, പക്ഷെ അവിടെ സെയിം അല്ലായിരുന്നു. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഓർമ്മയുണ്ടല്ലോ, അവിടെ എന്താ പറഞ്ഞേ? സിസ്റ്റം, അവിടെ 0 എന്നാണ് പറഞ്ഞത് നമ്മൾ. അവിടെ സിസ്റ്റത്തിന്റെ ഈച്ച് പാർട്ടുകൾ തമ്മിലുള്ള ഫോഴ്സും 0 ആണ്. അത് സറൗണ്ടിങ്ങും സിസ്റ്റവും തമ്മിലുള്ള ഫോഴ്സും 0 ആണെങ്കിൽ അത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആണെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ എന്താ പറഞ്ഞേ? ഇവിടെ സിസ്റ്റത്തിലെ ഈച്ച് പാർട്ട്, സിസ്റ്റത്തിനകത്തുള്ള ഈച്ച് പാർട്ടുകൾ തമ്മിലുള്ള ടെമ്പറേച്ചറും സെയിം ആണ്. ഇനി ആ ടെമ്പറേച്ചർ തന്നെയാണ് ആർക്കും ഉള്ളത്? സറൗണ്ടിങ്ങിനും ഉള്ളതെന്ന് വിചാരിക്കും. ലാസ്റ്റ് വൺ മോർ ടൈം പറയാം. സിസ്റ്റത്തിനകത്തുള്ള ഈച്ച് പാർട്ടുകൾ തമ്മിലുള്ള ടെമ്പറേച്ചർ തന്നെയാണ് ആർക്കും ഉണ്ടായിരുന്നത്? സറൗണ്ടിങ്ങിനും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? Then this system is said to be in thermodynamic equilibrium. അതായത് if each part of the system is in same temperature with that of the temperature of surrounding, then we can say this system is said to be in thermal equilibrium. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഡെഫിനിഷൻ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഇവിടെ പറഞ്ഞ ഒരു സിസ്റ്റം മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണ്, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണ്, തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും സെയിം ആയിട്ടിരിക്കുന്നത്. ആ ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അതിനെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നത്. അത് ഞാൻ പറഞ്ഞ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് ഞാൻ പറഞ്ഞു, കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് ഞാൻ പറഞ്ഞു, തെർമൽ ഇക്വിലിബ്രിയവും എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ അടുത്ത് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നിങ്ങൾക്ക് ഇവിടെ 3 തെർമോഡൈനാമിക് സിസ്റ്റം കാണാം. ഇത് എ എന്ന് പറയുന്ന തെർമോഡൈനാമിക് സിസ്റ്റം, ഇത് ബി എന്ന് പറയുന്ന തെർമോഡൈനാമിക് സിസ്റ്റം, ഇത് സി എന്ന് പറയുന്ന തെർമോഡൈനാമിക് സിസ്റ്റം. നിങ്ങൾ ആലോചിക്കേണ്ടത് എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ളത് ഈ വോൾ അഡയാബാറ്റിക് ആണ്. അതായത് ഇവിടെ നിന്ന് ഒരു എനർജിയും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവത്തില്ല, ഇവിടെ നിന്ന് ഒരു മാറ്റർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവത്തില്ല. ബിയിൽ നിന്നും ഒരു മാറ്റർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവത്തില്ല, ബിയിൽ നിന്നും എന്തിങ്ങോട്ട് വരത്തില്ല, ബിയിൽ നിന്നും ഒരു ഹീറ്റ് ഇങ്ങോട്ടേക്ക് വരത്തില്ല. കാരണം ഇത് അഡയാബാറ്റിക് വാളാണ്, പക്ഷെ ഇത് ഡയാതെർമൽ ആണ്. ഇവിടെ ഇങ്ങോട്ട് എന്ത് ചെയ്യും?
ട്രാൻസ്ഫർ സംഭവിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എത്രയേ ഉള്ളൂ, ഇവിടെ ഈ എയും സിയും പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ആരൊക്കെ? ഈ എ എന്ന് പറയുന്ന തെർമോഡൈനാമിക് സിസ്റ്റവും ഈ സി എന്ന് പറയുന്ന തെർമോഡൈനാമിക് സിസ്റ്റവും പരസ്പരം എന്തിലാണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇനി ബിയും സിയും പരസ്പരം, ഈ ബി എന്ന് പറയുന്ന തെർമോഡൈനാമിക് സിസ്റ്റവും സി എന്ന് പറയുന്ന ഈ തെർമോഡൈനാമിക് സിസ്റ്റവും അവരും പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കും. അല്ലെ? അതായത് എ ആൻഡ് സി, ബി ആൻഡ് സി ആർ സെപ്പറേറ്റ്ലി ഇൻ thermal equilibrium with each other, then we can say A and B also in thermal equilibrium. Clear അല്ലേ? That is, I can say, if three thermodynamic system A, B, C such that A is separately in thermal equilibrium with C, and B is separately in thermal equilibrium with C, then we can say A and B, the thermodynamic system A and B also in thermal equilibrium. Clear അല്ലേ? ഇവിടെ ഈ എ എന്നും സി എന്നും പറയുന്ന ഈ രണ്ട് തെർമോഡൈനാമിക് സിസ്റ്റവും സെപ്പറേറ്റ് ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഈ ബിയും സിയും പരസ്പരം സെപ്പറേറ്റ്ലി തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ എയും ബിയും എന്തായിരിക്കും? പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഈസി അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? നിങ്ങൾ ഇത്രയും വൃത്തിയായി മനസ്സിലാക്കി എഴുതിയെടുക്കുക. 0th ലോ എല്ലാം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത് പറയാനുള്ളത് എന്താണ് ടെമ്പറേച്ചർ എന്നുള്ളതാണ്. വാട്ട് ഈസ് ടെമ്പറേച്ചർ? ഞാൻ ഇവിടുന്ന് തന്നെ പറയുന്നു. ടെമ്പറേച്ചർ എന്നാൽ എന്ത്? വാട്ട് ഈസ് ടെമ്പറേച്ചർ? ഇറ്റ്സ് എ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. It is a thermodynamic property which defines the given system is in thermodynamic equilibrium with another system. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഉണ്ട്, എ എന്ന് വിചാരിക്കൂ. ഈ എ എന്ന് പറയുന്ന തെർമോഡൈനാമിക് സിസ്റ്റം ബി എന്ന് പറയുന്ന തെർമോഡൈനാമിക് സിസ്റ്റവുമായിട്ട് ഈ പറഞ്ഞ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണോ അല്ലയോ എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ് എന്തോന്ന്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി അടുത്ത ക്ലാസ്സിൽ പറയാം. എന്താണ് ടെമ്പറേച്ചർ എന്നുള്ളത് എന്ത് ചെയ്യാം, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിന് വൃത്തിയായിട്ട് പറഞ്ഞു തരും. സോ ഇന്നിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഞാൻ പറയാം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയവും 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് നിങ്ങൾ ക്ലിയർ ആക്കുക. ഇതുവരെയുള്ളത് ക്ലിയർ ആക്കുക. എന്താണ് ടെമ്പറേച്ചർ എന്ന് മുതലുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് HB സയൻസ് ക്ലാസ്സസ്. നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനലിലെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് HB സയൻസ് ക്ലാസ്സസ്.